വെൽക്കം ടു PSC സ്റ്റുഡിയോ. നമുക്ക് 2023 കറണ്ട് അഫയേഴ്സ് നോക്കിപ്പോകാം. അപ്പം ഇത് ജനുവരി മാസത്തിലെ പാർട്ട് 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഒരു പാർട്ട് 3 അല്ലെങ്കിൽ 4 കൊണ്ട് ഈ ജനുവരി മാസം കറണ്ട് അഫയർ നമുക്ക് തീർക്കാം. അതായത് ഈ 4 ദിവസം കൊണ്ട് തീർക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ അതായത് ഇപ്പം ഞാൻ കറണ്ട് അഫയർ നമുക്ക് ഒന്നിച്ച് പഠിച്ച് തന്നെ പോകാം കേട്ടോ മുന്നോട്ട്. ഓക്കെ, അപ്പം പത്മ അവാർഡ്സ് ആണ് ആദ്യം. 2023 പത്മ അവാർഡ്സ് 106 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. 106 പേർക്കാണ് പത്മ അവാർഡ് കിട്ടിയത്. അതിൽ 6 പേർക്ക് പത്മവിഭൂഷൺ. ഏറ്റവും വലുത് ഏതാണ്? പത്മവിഭൂഷണാണ്. അത് 6 പേർക്കാണ്. അതായത് കുറച്ച് പേർക്കല്ലേ കൊടുക്കാൻ പറ്റുമോ. പിന്നെ 9 പേർക്ക് പത്മഭൂഷൺ. പത്മശ്രീ 91 പേർക്കാണ്. ഈ ഒരു നമ്പേഴ്സ് നമ്മൾ എന്തായാലും ഓർത്തിരിക്കണം. അപ്പോൾ 2023 വെച്ച് തന്നെ കണക്ട് ചെയ്യാം. ഇപ്പോൾ 2 × 3 എത്രയാണ്? 6 ആണ് അല്ലേ? അപ്പോൾ ഓർക്കുക, 106 പേർക്ക്, അതായത് 100 കൂടുതൽ പേർക്ക് എന്തായാലും മൊത്തം കിട്ടിയിട്ടുണ്ട്. 106 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 6 പേർക്ക് പത്മവിഭൂഷൺ. 9 പേർക്ക്, 6ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 9. 2023 ആണ് ഓർത്തോണേ. അപ്പോൾ 9 പേർക്ക് പത്മഭൂഷൺ. 91 പേർക്ക്, അതാണെങ്കിൽ 9 തന്നെ എഴുതി 1. 91 പേർക്ക് പത്മശ്രീ. ഓർക്കുമല്ലോ. ഓക്കെ, ഇതിൽ 4 പേര് മലയാളികളാണ്. ഓക്കെ, ആ 4 മലയാളികൾ നമ്മൾ ഓർത്തോണം. ഒന്ന് എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ഗാന്ധിയൻ അപ്പുക്കുട്ട പൊതുവാൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് അപ്പുക്കുട്ട പൊതുവാൾ. ഇത് അന്നാന്ത പടം കണ്ടോ? അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹമാണ് പയ്യന്നൂർ ഗാന്ധി എന്നറിയപ്പെടുന്നത്. പയ്യന്നൂർ ഗാന്ധി. പയ്യന്നൂർ ഗാന്ധി എന്നും ആരാണ്? അപ്പുക്കുട്ട പൊതുവാളിനൊരു പേരുണ്ട്. സ്പെല്ലിങ് കുറച്ച് കിട്ടി, കുഴപ്പമില്ല. പയ്യന്നൂർ ഗാന്ധി എന്നും അപ്പുക്കുട്ട പൊതുവാൾ അറിയപ്പെടുന്നുണ്ട്. ഇനി രണ്ടാമത് CI ഐസക്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനയ്ക്കാണ് CI ഐസക് എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ SRD പ്രസാദ്. അദ്ദേഹം എന്താണ്? കായിക മേഖലയിലെ സംഭാവനയ്ക്കാണ്. അദ്ദേഹം എന്താണ്? കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ കളരികളിൽ ഒന്നാണ് കണ്ണൂർ വളപട്ടണത്തുള്ള ശ്രീ ഭാരത് കളരി. അവിടുത്തെ ഗുരുക്കളാണ് ഓക്കെ നമ്മുടെ SRD പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി. എന്താണ്? അദ്ദേഹത്തിൻ്റെ കളരിയുടെ പേരാണ് ശ്രീ ഭാരത് കളരി. ശ്രീ ഭാരത് കളരി. ഇത് ഞാൻ പത്രത്തിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള വിവരങ്ങളാണ് കേട്ടോ. അപ്പോൾ ശ്രീ ഭാരത് കളരിയുടെ ഗുരുക്കളായിരുന്നു അദ്ദേഹം. അതിൽ ഈ ശ്രീ ഭാരത് കളരി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കളരികളിൽ ഒന്നാണ്. ഓക്കെ, ഇതുള്ളത് കണ്ണൂർ വളപട്ടണത്ത്. അപ്പം ഇദ്ദേഹം കളരിയുമായി ബന്ധപ്പെട്ട് 5 ബുക്സ് വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ, SRD പ്രസാദ്. പിന്നെ ഉള്ളത് നമ്മുടെ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന അദ്ദേഹം കാർഷിക മേഖലയിലെ സംഭാവനകൾക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്. കാർഷിക മേഖലയിൽ സംഭാവനകൾക്കാണ് ചെറുവയൽ രാമന് കിട്ടിയത്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വയൽ അങ്ങനൊരു ഇത് ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം കാർഷിക മേഖലയാണെന്ന് ഓർത്താൽ മതി. അദ്ദേഹം വയനാട്ടിലെ അപൂർവ ഇനം നെൽവിത്ത് സംരക്ഷകനാണ്. അതുപോലെ അന്യം നിന്നുപോയ 45ഓളം നെൽവിത്തുകളുടെ സംരക്ഷകനും അതുപോലെ സൂക്ഷിപ്പുകാരനും പ്രചാരകനുമാണ്. ഓക്കെ, 45ഓളം നെൽവിത്തുകൾ, അന്യം നിന്നുപോയ 45ഓളം നെൽവിത്തുകളുടെ സംരക്ഷകനും സൂക്ഷിപ്പുകാരനും പ്രചാരകനുമായിരുന്നു നമ്മുടെ നെൽവയൽ രാമൻ. അപ്പോൾ ഈ 3 പേര് നമ്മൾ ഇവരുടെ ഇമ്പോർട്ടൻസ് വെച്ച് തന്നെ നമ്മൾ ഓർത്തിരിക്കും അല്ലേ. ഒന്ന് ചെറുവയൽ രാമൻ, അതുപോലെ SRD പ്രസാദ്. SRD പ്രസാദും CI ഐസക്കുമാണ് പിന്നെയും മാറിപ്പോവാൻ, വിദ്യാഭ്യാസവും കായികവും വെച്ചിട്ട് അല്ലേ. അപ്പോൾ എങ്ങനെ ഓർത്ത് വെക്കാന്ന് വെച്ചാൽ SRD പ്രസാദ് കളരി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ കളരി പഠിക്കുന്നവർക്ക് അറിയാവുന്ന അവർക്ക് കുറച്ചുകൂടെയൊക്കെ അറിയായിരിക്കും, എനിക്കറിയില്ല. എന്നാലും നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് ഇങ്ങനെ കളരി ഗുരുക്കളുടെയൊക്കെ കളരി ഗുരുക്കളല്ല, ഇങ്ങനെ മനസ്സിലായില്ല, ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രസാദമൊക്കെ കൊടുക്കുന്നത് ഓർത്താൽ മതി. SRD പ്രസാദാണ്. കായിക മേഖലയിൽ സംഭാവനകൾക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത്.
പിന്നെ CI ഐസക്ക് സാഹിത്യ വിദ്യാഭ്യാസ മേഖലകളിലെ സംഭാവനകൾക്കാണ്. പിന്നെ ഗാന്ധിയൻ VP അപ്പുക്കുട്ട പൊതുവാള്. ഓക്കെ, അദ്ദേഹം എന്തായിരുന്നു, പയ്യന്നൂർ ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിലൊക്കെ പങ്കെടുത്ത വ്യക്തിയാണ്. ഓക്കെ, ഇത് ഓർക്കും. ഇനി പത്മവിഭൂഷൺ. പത്മവിഭൂഷൺ എത്ര പേർക്കാണ്? 6 പേർക്കാണ് കിട്ടിയത്. ഓക്കെ, അതിൽ 3 പേർക്ക് മരണാനന്തരവും 3 പേർക്ക് എന്താണ് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടിയവരാ. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നമുക്ക് പറയാം. സക്കീർ ഹുസൈൻ എന്താണ്, തബല വിദ്വാനാണ് അല്ലേ, തബല വിദ്വാനാണ് സക്കീർ ഹുസൈൻ. അതുപോലെ SM കൃഷ്ണ, ശ്രീനിവാസ വരദൻ. ഓക്കെ, ഈ 3 പേർക്ക് കിട്ടുന്നുണ്ട്. സക്കീർ ഹുസൈന്, SM കൃഷ്ണ, ശ്രീനിവാസ വരദൻ. സക്കീർ ഹുസൈൻ, SM കൃഷ്ണ, ശ്രീനിവാസ വരദൻ. അപ്പോൾ ഈ 3 പേർക്കും കിട്ടിയെന്ന് ഓർക്കുക. സക്കീർ ഹുസൈൻ എങ്ങനെ ഓർത്തു വെക്കാം? പിന്നെ SM കൃഷ്ണ, ശ്രീനിവാസ വരദൻ. യെസ്, ഇവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഓർത്താൽ മതി. മറ്റേ S ഇല്ലേ, ഈ S ഓർത്താൽ മതി. S കൂട്ടിയുള്ളവരെല്ലാം എന്താണ്, S കൂട്ടി എല്ലാവർക്കും തന്നെ പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നവരാണ്. ആരാണ്? സക്കീർ ഹുസൈൻ, ശ്രീനിവാസ വരദൻ, അതുപോലെ SM കൃഷ്ണ. ഓക്കെ, ഈ പേരുകളൊക്കെ ഒന്ന് ആവർത്തിച്ച് വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ ഓൾറെഡി ഓർക്കും കേട്ടോ. ഇനി മുലായം സിംഗ് യാദവ്, മരണാനന്തരമാണ് അദ്ദേഹത്തിന്. മുലായം സിംഗ് യാദവിന് മരണാനന്തരം കിട്ടുന്നുണ്ട്. അതുപോലെ ബാലകൃഷ്ണ ദോഷി, വാസ്തുവിദ്യ കുലപതി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ആരാണ്? ബാലകൃഷ്ണ ദോഷി എന്ന് പറയുന്നത് അല്ലെ, അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അതുപോലെ ദിലീപ് മഹൽനോബിസ്, അദ്ദേഹത്തിന് മരണാനന്തരമാണ് കിട്ടുന്നത്. ദിലീപ് മഹൽനോബിസിനെ പറ്റി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാനുണ്ട് കേട്ടോ, അത് നമുക്ക് നോക്കാം. അപ്പൊ ഈ 3 പേരെ ഓർത്തല്ലോ. ഒന്ന് മുലായം സിംഗ് യാദവ്, ഓക്കെ, മരണാനന്തരമാണ്. അതുപോലെ ദിലീപ് മഹൽനോബിസിന്റെ മരണാനന്തരമാണ്. അതുപോലെ വാസ്തുവിദ്യ കുലപതി എന്നറിയപ്പെടുന്ന ബാലകൃഷ്ണ ദോഷിക്കും മരണാനന്തരമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 പേരുകളും കൂടി ഓർത്തിരിക്കുക. അപ്പൊ മരണാനന്തരം കിട്ടിയ ഒരാൾ മുലായം സിംഗ് യാദവ് ആണ്. അതുപോലെ ദിലീപ് മഹൽനോബിസ്, അതുപോലെ ബാലകൃഷ്ണ ദോഷി. ഇനി നമുക്ക് ആരാണ് നമ്മുടെ ദിലീപ് മഹൽനോബിസിനെ നോക്കാം. നമ്മുടെ ORS ഇല്ലേ, നമുക്ക് എന്താ ഛർദിൽ വയറിളക്കം ഒക്കെ വരുമ്പോൾ ഡോക്ടർമാർ എഴുതി തരുന്നത്, അതായത് ഉപ്പിലായിരി. ഈ ORS എന്താണ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ദിലീപ് മഹൽനോബിസ്. ORSന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ദിലീപ് മഹൽനോബിസ് ആണ്. ORSന്റെ ഫുൾ ഫോം ഓർത്തു വെച്ചോ. എന്താണ്? ഓറൽ ഡീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് ORSന്റെ ഫുൾ ഫോം. 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൻ്റെ സമയത്ത് റെഫ്യൂജി ക്യാമ്പ്സിൽ ഇത് ഭയങ്കരമായിട്ട് ഡയറിയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് ഇദ്ദേഹം ORS ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അപ്പം ദിലീപ് മഹൽനോബിസിനെ ഓർത്ത് വെക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. വെസ്റ്റ് ബംഗാളുകാരനാണെന്നും ഓർക്കുക. അപ്പോൾ പത്മവിഭൂഷൺ കിട്ടിയ എത്ര പേർക്കാണ്? 6 പേർക്കാണ്. മുലായം സിംഗ് യാദവ്, പിന്നെ ദിലീപ് മഹൽനോബിസ്, പിന്നെ ബാലകൃഷ്ണ ദോഷി. അപ്പം മരണാനന്തരം 2 പേർക്ക് കൂട്ടിയാണ് 2 പേരും, മുലായം സിംഗ് യാദവും ദിലീപ് മഹൽനോബിസും, പിന്നെ ബാലകൃഷ്ണ ദോഷി. ഓക്കെ, പിന്നെ സക്കീർ ഹുസൈൻ, SM കൃഷ്ണ, ശ്രീനിവാസ വരദൻ ഇവർക്ക് മരണാനന്തരം അല്ലാതെയും കിട്ടുന്നുണ്ട്. ഇനി പത്മഭൂഷൺ കിട്ടിയ എത്ര പേരാണ്? 9 പേർക്കാണ് പത്മഭൂഷൺ കിട്ടിയത് അല്ലേ. അവരെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വനിതകളെ നോക്കാം. വാണി ജയറാം, പാട്ടുകാരി, നമുക്കറിയാം വാണി ജയറാം. അതുപോലെ സുധാമൂർത്തി ഈ 2 പേർക്കും കിട്ടുന്നുണ്ട്. ഈ 2 പേരെ ഓർത്തല്ലോ, വാണി ജയറാം, സുധാമൂർത്തി എഴുത്തുകാരിയാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ വാണി ജയറാം, സുധാമൂർത്തി ഉണ്ട്. അപ്പോൾ 2 വനിതകൾ കഴിഞ്ഞു. ഇനി ബാക്കി 7 പേരെ പഠിക്കാനുള്ളൂ. അപ്പം നോക്കാം. SL ഭൈരപ്പ, കുമാർ മംഗലം ബിർള, ദീപക് ധർ. അപ്പം ഈ പേരുകളൊക്കെ വായിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് നോക്കാം. SL ഭൈരപ്പയ്ക്ക് പത്മഭൂഷണാണ്, ഭൂഷൺ. അപ്പം SL ഭൈരപ്പയ്ക്ക് കിട്ടി. അതുപോലെ ഈ ഭൂഷൺ അക്ഷരം വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഭൈരപ്പ, SL ഭൈരപ്പ. ദെൻ കുമാരമംഗലം ബിർള. മംഗലം എന്ന് വെച്ചാൽ കല്യാണം അല്ലേ. കല്യാണത്തിനൊക്കെ നമ്മൾ ഒരുപാട് ആഭരണമൊക്കെ ഭൂഷണം എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നല്ലേ ഭൂഷണം എന്ന് പറഞ്ഞാൽ. അപ്പം
മംഗലത്തിന് നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ധരിക്കുന്ന ഓർത്താൽ മതി. ഭൂഷൺ. അപ്പം കുമാരമംഗലം ബിർള, കുമാരമംഗലം ബിർള. ഇനി ദീപക് ദർ. എന്താണ് ദീപക് ദർ? ഇപ്പൊ ധരിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ഭൂഷണം എന്താണ്? ധരിക്കുക എന്നാണ് അല്ലേ? അപ്പൊ ദർ, ദീപക് ദർ. 3 പേരെ ഓർക്കാം. ഭൈരപ്പ, SL ഭൈരപ്പ, കുമാരമംഗലം ബിർള, ദീപക് ദർ. അതുപോലെ വാണി ജയറാം, സുധാമൂർത്തി നമ്മൾ പറഞ്ഞു. 5 പേരായി. ഇനി 4 പേര് പഠിച്ചാൽ പോരെ. 1 സ്വാമി ചിന്നജിയാർ, സുമൻ കല്യാൺപൂർ, കപിൽ കപൂർ. ഓക്കെ, സ്വാമി ചിന്നജിയാർ ആരാണ്? സ്വാമി ചിന്നജിയാർ എന്ന് പറഞ്ഞാൽ എന്താ? പുള്ളിയുടെ പേരെങ്ങനെ ഓർത്തിരിക്കാന്ന് വെച്ചാൽ ചെറുതായിട്ട് ചിന്ന കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമ്മൾ അവർക്ക് ഓരോന്നിങ്ങനെ അവരെ അവർക്ക് ഓരോന്നൊക്കെ ഇട്ട് കൊടുക്കാൻ നമുക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? പൊട്ട് തൊട്ട് കൊടുക്കുക, അല്ലെ ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിന്നതായിരിക്കുമ്പോൾ അങ്ങനെ ഓർക്കുക. ചിന്നജിയാർ. അപ്പോൾ സ്വാമി ചിന്നജിയാർ. അതുപോലെ കല്യാണത്തിന് നമ്മൾ ഭൂഷണം അത് ഓർക്കാമല്ലോ. സുമൻ കല്യാൺപൂർ, സുമൻ കല്യാൺപൂർ. മറ്റേത് കുമാരമംഗലം ബിർളയായിരുന്നു. മംഗലവും കല്യാണവും മാറിപ്പോയിരിക്കാണ് കേട്ടോ പറഞ്ഞത്. ദെൻ കപിൽ കപൂർ, കപിൽ കപൂർ. ഓക്കെ, കപിൽ ദേവ്. കപിൽ ദേവിനെ അറിയാലോ? കപിൽ ദേവിനെ കിട്ടിയെന്ന് ഓർത്തോളൂ കേട്ടോ. അപ്പം കപിൽ ദേവ് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ പുള്ളിക്കാരന് നമ്മൾ മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നതായിട്ട് ഒന്ന് ജസ്റ്റ് സങ്കല്പിച്ചാൽ മതി. അപ്പം കപിൽ കപൂർ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അപ്പം നമ്മൾ ഒരാളും കൂടെ പഠിക്കാനുള്ളൂ. ആരാണ്? കമലേഷ് ഡി പട്ടേൽ, കമലേഷ് ഡി പട്ടേൽ. ഓക്കെ, ഡി എന്ന് ഓർക്കുക. എഡി അല്ലെങ്കിൽ പെണ്ണുങ്ങളെയാണ് ഡി എന്നൊക്കെ പറയുന്നത് അല്ലേ? ഒരുപാട് ആഭരണങ്ങളൊക്കെ ധരിക്കുന്നത് പെണ്ണുങ്ങളാണെന്ന് ഓർത്ത് വെക്കാലോ. അപ്പം കമലേഷ് ഡി പട്ടേൽ. ഈ പേരുകളൊന്ന് ജസ്റ്റ് നമ്മൾ വായിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എന്നാലും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. നമുക്കൊരു ഓപ്ഷൻസ് ഒക്കെ വന്നാൽ ഈ ഒരു ഓപ്ഷനിൽ നിന്നൊക്കെ നമുക്കിത് എടുക്കാനും പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ആരൊക്കെയാണ്. 2 ഗേൾസിന് കിട്ടിയിട്ടുണ്ട്. വാണി ജയറാമും സുധാമൂർത്തി. ഓക്കെ, കിട്ടി. ഇനി ഭൈരപ്പ, SL ഭൈരപ്പ, കുമാരമംഗലം ബിർള, ദീപക് ദർ, ധരിക്കുക ദർ. ദെൻ സ്വാമി ചിന്നജിയാർ, അതുപോലെ സുമൻ കല്യാൺപൂർ, കപിൽ കപൂർ, അതുപോലെ കമലേഷ് ഡി പട്ടേൽ. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഇനി പത്മശ്രീ ജേതാക്കൾ എത്ര പേരായിരുന്നു? 91 പത്മശ്രീ ജേതാക്കളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഓർക്കണ്ടേ MM കീരവാണി. പുള്ളിക്കാരനും ഈ വർഷം പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, MM കീരവാണി. അതുപോലെ 4 മലയാളികളുടെ പേര് നമ്മൾ പഠിച്ചല്ലോ ഓൾറെഡി, അതും ഓർത്ത് വെക്കുക. MM കീരവാണിക്ക് എന്താണ് ഇപ്രാവശ്യം കിട്ടിയ? പത്മശ്രീയാണ് കിട്ടിയതെന്ന് ഓർക്കുക അല്ലേ? അദ്ദേഹത്തിൻ്റെ RRRലെ സോങ്ങിന് ഒക്കെ ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പത്മ പുരസ്കാരങ്ങളാണ് നോക്കിയത് അല്ലേ? എന്തായിരുന്നു പറഞ്ഞത്? ഇപ്രാവശ്യം 106 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു. 6 പത്മവിഭൂഷൺ, 9 പത്മഭൂഷൺ, അതുപോലെ 91 പത്മശ്രീ കിട്ടി. ഓക്കെ, അതിൽ 4 മലയാളികൾക്ക് എന്ത് കിട്ടി? പത്മശ്രീ കിട്ടി. അതിൽ പയ്യന്നൂർ ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? VP അപ്പുക്കുട്ട പൊതുവാളാണ് അല്ലേ? ദെൻ CA ഐസക്കിന് എഡ്യൂക്കേഷൻ മേഖലയ്ക്ക് അല്ലെങ്കിൽ സാഹിത്യ മേഖലയ്ക്ക് കിട്ടുന്നുണ്ട്. SRD പ്രസാദ് ഏതാണ്? കളരിപ്പയറ്റ് ഗുരുക്കളാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ കളരി ആണ് ശ്രീ ഭാരത് കളരി. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കളരികളിൽ ഒന്നാണ് ശ്രീ ഭാരത് കളരി. കണ്ണൂർ വളപട്ടണത്താണുള്ളതെന്ന് ഓർക്കുക. പിന്നെ ചെറുവയൽ K രാമൻ 45ഓളം നെല്ലിനങ്ങളെ സംരക്ഷിച്ച വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ പത്മവിഭൂഷൺ എന്ന് പറയുമ്പോൾ ആരെയും ഓർമ്മ വരണം? ആദ്യം ദിലീപ് മഹൽനോബിസ്. ORSനെയൊക്കെ ഓർമ്മ വരണം അല്ലേ? ORSന്റെ പിതാവാണ് ദിലീപ് മഹൽനോബിസ്. അദ്ദേഹത്തിന് മരണാനന്തരമാണ് കിട്ടിയത്. അതുപോലെ ബാലകൃഷ്ണ ദോഷി, വാസ്തുവിദ്യ കുലപതി എന്നറിയപ്പെടുന്ന ബാലകൃഷ്ണ ദോഷിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ മുലായം സിംഗ് യാദവ്. ഈ 3 പേർക്ക് എന്താണ്? മരണാനന്തരമാണ്. ഓക്കെ, ജീവിച്ചിരിക്കുന്നവരെല്ലാം ഉണ്ടല്ലോ. യെസ്, അവർ S എന്ന് പറയണം അല്ലേ? S കുട്ടികൾ ആരൊക്കെയാണ്? സക്കീർ ഹുസൈൻ, SM കൃഷ്ണ, ശ്രീനിവാസ വരദൻ. ശ്രീനിവാസ വരദൻ ഓർത്തോണം. ഈ 3 പേരുകൾ ഓർത്തിരിക്കാം. ഇനി പത്മഭൂഷൺ 2 വനിതകളുണ്ട്. ആരൊക്കെയാണ്? സുധാമൂർത്തി, വാണി ജയറാമും. അതുപോലെ
ഭൈരപ്പ എന്താണ് SL ഭൈരപ്പ. അതുപോലെ ദർ, ദീപക് ദർ, കുമാർ മംഗലം ബിർള, ചിന്ന ജിയാർ, സ്വാമി ചിന്ന ജിയാർ, സുമൻ കല്യാൺപൂർ, കപിൽ കപൂർ, കമലേഷ് ഡി പട്ടേൽ. അതുപോലെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? പത്മശ്രീ MM കീരവാണിക്കും പത്മശ്രീ കിട്ടിയിട്ടുണ്ടെന്ന് ഓർക്കുക. ഓക്കെ, ഇനി നമ്മുടെ പത്മ അവാർഡ്സിൽ ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പഠിക്കാമല്ലോ. ഇനി അമൃത് ഉദ്യാനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അമൃത് ഉദ്യാൻ നമ്മുടെ രാഷ്ട്രപതി ഭവനിലെ ഉദ്യാനമായിരുന്നു മുഗൾ ഗാർഡൻസ്. മുഗൾ ഗാർഡൻസിൻ്റെ പേരിപ്പോൾ മാറ്റിയിട്ട് അമൃത് ഉദ്യാൻ എന്നാക്കിയിട്ടുണ്ട്, അമൃത് ഉദ്യാൻ. അപ്പം നമ്മുടെ 75ാമത് എന്താണ് ഇൻഡിപെൻഡൻസ് ഡേ ആണ് കഴിഞ്ഞത്. ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേയുടെ 75ാമത് ഇൻഡിപെൻഡൻസ് ഡേയുടെ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഇതിൻ്റെ പേര്, മുഗൾ ഗാർഡൻസിൻ്റെ പേര് എന്തായത്? അമൃത് ഉദ്യാൻ എന്ന് ആയത്. ഇനിയുള്ള 25 വർഷം നമുക്കറിയാം അമൃത് കാൽ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? അത് നമുക്ക് എന്താണ് ബഡ്ജറ്റൊക്കെ പറയുമ്പം അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കാം, അമൃത് ഉദ്യാൻ മുഗൾ ഗാർഡൻസിൻ്റെ ഇപ്പോഴത്തെ പേരാണ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ 75th ഇയറിലാണ് ഈ ഒരു പേര് മാറ്റിയിട്ട് എന്താക്കിയത്? അമൃത് ഗാർഡൻ അല്ലെങ്കിൽ അമൃത് ഉദ്യാൻ എന്നാക്കിയത് ഓർക്കാം. അടുത്തത്, ഇപ്പം നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് നോക്കി? ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ പറ്റില്ല, പത്മ അവാർഡ്സ് നോക്കി, അമൃത് ഉദ്യാൻ നോക്കി. ഇനി മൂന്നാമത്തത്, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധിയും പ്രസവ അവധിയും നൽകാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കേരളം കോളേജ് വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധിയും പ്രസവ അവധിയും നൽകാൻ തീരുമാനിച്ചു, ഓർക്കാം. അതുപോലെ ഈയിടെ ഒരു യൂണിവേഴ്സിറ്റി എന്താണ് ആർത്തവ അവധി വിദ്യാർത്ഥിനികൾക്ക് നൽകാൻ തീരുമാനിച്ചു. ഏത് യൂണിവേഴ്സിറ്റിയാണ് ആദ്യം തീരുമാനിക്കുന്നത്? കുസാറ്റ് ആണ് അല്ലേ? കുസാറ്റ്, അത് ഓർത്തിരിക്കാം. പിന്നെ മദ്രാസ് IIT വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് OS, ഭാരോസ് എന്നും പറയും. ഭാരത് OS എന്നാണ് ഈ OS എന്ന് പറഞ്ഞാൽ. ഇത് വികസിപ്പിച്ചെടുത്ത ആരാണ്? മദ്രാസ് IIT ആണ്. അത് നമ്മുടെ ആൻഡ്രോയിഡ്, ആപ്പിൾ OS ഒക്കെ പോലെ തന്നെ മദ്രാസ് IIT വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ OS ആണ് OS അല്ലെങ്കിൽ ഭാരത് OS, ഭാരോസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് മദ്രാസ് IIT അതുപോലെ തന്നെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് ജാൻകോപ്സ് എന്ന് പറയുന്നത്. അതായത് ജാൻകെ ഓപ്പറേറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവരാണ് ഭാരോസിൻ്റെ ശില്പികൾ എന്ന് പറയുന്നത്. ഭാരോസിൻ്റെ ശില്പികൾ ആരാണ്? ജാൻകോപ്സ് ആണ്. ജാൻകോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജാൻകെ ഓപ്പറേറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ജാൻകെ ഓപ്പറേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഭാരോസിൻ്റെ ശില്പികൾ. ഓർത്ത് വെക്കുക, ജാൻകോപ്സ്. അപ്പം OS എന്ന് പറഞ്ഞാൽ എന്താണ്? OS അല്ലെങ്കിൽ ഭാരോസ് എന്ന് പറഞ്ഞാൽ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു OS ആണ്. ആരാ വികസിപ്പിച്ചത്? മദ്രാസ് IIT ആണല്ലേ. ഇതുപോലൊരു OS വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭ്രാന്ത് പിടിക്കുന്ന കാര്യമല്ലേ? അപ്പം എന്താ, മാഡായി എന്ന് ഓർത്താൽ മതി. അപ്പം മദ്രാസ് എന്ന് കിട്ടും, മാഡാകും അല്ലേ? അതുപോലെ ഇതാരാണ് ഇതിൻ്റെ ശില്പികൾ എന്ന് പറയുന്നത്? ജാൻകോപ്സ് ആണ്. അതായത് ജാൻകെ ഓപ്പറേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ജാൻകോപ്സ്. ഓക്കെ, അത് ഓർക്കാം. ഇനി 2023 സരസ് കരകൗശല മേളയുടെ വേദി ജമ്മു കാശ്മീരാണ്. സരസ് കരകൗശല മേളയുടെ വേദി എന്ന് പറയുന്നത് 2023 എവിടെയാണ്? ജമ്മു കാശ്മീരാണ്. ഓക്കെ, അപ്പോൾ ഈ കരകൗശല എന്നൊക്കെ പറയുമ്പം എന്താണ്, ഒരുപാട് കരകൗശല സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് ജമ്മു കാശ്മീർ എന്നൊക്കെ നമ്മൾ ഓർത്തിരുന്നാൽ മതി. കാരണം അവിടെ എന്താണ്, ടൂറിസ്റ്റ് പ്ലേസ് ആണ് അല്ലേ? അപ്പോൾ അവിടെ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കരകൗശല സാധനങ്ങളൊക്കെ വാങ്ങത്തില്ലേ? അത് ഓർത്താൽ മതി. 2023 സരസ് കരകൗശല മേളയുടെ വേദി എവിടെയാണ്? ജമ്മു കാശ്മീരാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധിയും പ്രസവ അവധിയും നൽകാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. അതുപോലെ OS വികസിപ്പിച്ചത് ആരാണ്? മദ്രാസ് IIT ആണ്. അതൊരു മൊബൈൽ OS ആണ്. ജാൻകോപ്സ് ആണ് അതിൻ്റെ ശില്പികൾ ഒക്കെ പറഞ്ഞു. അതുപോലെ സരസ് കരകൗശല മേളയുടെ വേദി 2023 എവിടെയായിരുന്നു? ജമ്മു കാശ്മീരിലായിരുന്നു. 6 ക്വസ്റ്റ്യൻസായി. ഇനി പൊൻവാക്ക്, ഈ ഒരു പദ്ധതി നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പൊൻവാക്ക്
ഓക്കെ, ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ടാണ് പൊൻവാക്ക് പദ്ധതി. അപ്പം അതെന്താ നോക്കാം. ശൈശവ വിവാഹം തടയുന്നതിനായി സംസ്ഥാന സർക്കാരും വനിതാ ശിശു വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് നിയമവിരുദ്ധമായി ശൈശവ വിവാഹം നടക്കുകയും ആയത് റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടുകൂടി മാത്രമേ ഈ സാമൂഹ്യ വിപത്ത് പൂർണ്ണമായി തടയാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ പൊൻവാക്ക് എന്ന പേരിൽ ശൈശവ വിവാഹം മുൻകൂട്ടി അറിയിക്കുന്ന വ്യക്തിക്ക് പാരിതോഷികം നൽകുന്ന പദ്ധതിയാണ് ഇത്. അപ്പോൾ ശൈശവ വിവാഹം മുൻകൂട്ടി അറിയിക്കുന്ന വ്യക്തിക്ക് 2500 രൂപ ഈ പദ്ധതിയിലൂടെ പാരിതോഷികം നൽകും. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് കൊച്ചുകുട്ടികളെ, പെൺകുട്ടികളെയൊക്കെ നേരത്തെ തന്നെ വിവാഹം കഴിച്ച് വിടുന്നുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് ആത്മഹത്യകളും സ്ത്രീധനത്തിൻ്റെ പേരിലാണെങ്കിലും ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. ഇതെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ടാണ് പൊൻവാക്ക് എന്ന് പറയുന്ന പദ്ധതി. അതായത് എന്താ, ചിലപ്പം ആളുകൾ ഞാൻ എന്തിനാ പറയുന്നത് ആ ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കും പറയാത്തത്. എന്തെങ്കിലും പാരിതോഷികം കിട്ടുകയാണെന്ന് അറിഞ്ഞാൽ അവർക്ക് എന്താണ് ഇത് പറയാനൊരു ഇൻട്രസ്റ്റ് കൂടുമല്ലോ. അങ്ങനെ ഓർത്താൽ മതി. 2500 രൂപ പാരിതോഷികം കിട്ടും എന്ന് ഓർക്കാം. ഓക്കെ, പൊൻവാക്ക് എന്ന് പറയുന്നത് എന്താണ്, ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഓക്കെ, കേരള സർക്കാരും അതുപോലെ വനിതാ വികസന വകുപ്പും ശിശു വകുപ്പും ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത്. ഓർക്കാം. ഇനി ദേശീയ ശാസ്ത്ര കോൺഗ്രസ് പ്രൗഢസ്മരണയ്ക്കായി മലയാളി വനിതകൾ. ഇവിടെ 3 മലയാളി വനിതകളുടെ പടം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ആരാണ്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്, ഡോക്ടർ ജാനകി അമ്മാള്, അന്ന മാണി. ഈ 3 പേര് പടങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഇവരെ പറ്റി ഒന്ന് ജസ്റ്റ് നോക്കാം. ഇവരെപ്പറ്റി ജസ്റ്റ് നോക്കാമെന്നല്ല, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവരെ പറ്റി പറഞ്ഞതെന്ന്. ഓക്കെ, ഇത് മാതൃഭൂമിയിൽ എടുത്തിട്ടുള്ള, മാതൃഭൂമി ഈ പേപ്പറിൽ എടുത്തിട്ടുള്ള കട്ടിങ് ആണ് കേട്ടോ. എനിക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പം ദേശീയ ശാസ്ത്ര കോൺഗ്രസിൽ മുൻകാല വനിതാ ശാസ്ത്ര പ്രതിഭകളെ ആദരിക്കാനായി ഒരുക്കിയ ഹാൾ ഓഫ് ഫെയിമിൽ 3 മലയാളി വനിതകളും കേരളത്തിലും ഇന്ത്യയിലും ലോക വേദിയിലും അറിവും സേവനവും കൊണ്ട് ശ്രദ്ധേയരായ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്, ഡോക്ടർ ജാനകി അമ്മാൾ, അന്ന മാണി എന്നിവരാണ് വനിതാ ശാസ്ത്ര പ്രതിഭകളിലെ മലയാളി തിളക്കമാവുന്നത്. തിരുവിതാംകൂറിൽ സർജൻ ജനറലായ ആദ്യത്തെ വനിതയും നിയമസഭാ അംഗമായ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതയുമാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഇന്ത്യയിലെ ആദ്യ സസ്യശാസ്ത്രജ്ഞയായ തലശ്ശേരി സ്വദേശി ഡോക്ടർ ജാനകി അമ്മാൾ കരിമ്പ്, വഴുതന എന്നീ വിളകളിൽ ജനിതക പഠനങ്ങൾ നടത്തി ലോക പ്രശസ്തയായി. ഇന്ത്യയുടെ വെതർ വുമൺ എന്ന് വിശേഷിക്കപ്പെടുന്ന പീരുമേഡ് സ്വദേശി അന്ന മാണി കാലാവസ്ഥാ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആയിരുന്നു. ദേശീയ ശാസ്ത്ര കോൺഗ്രസിന്റെ 108ാം പതിപ്പ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ വികാസത്തിലൂടെ വനിതകൾ ശക്തരാകുക എന്നത് മാത്രമല്ല, വനിതകളുടെ സംഭാവനകൾ കൊണ്ട് ശാസ്ത്രവും ശാക്തീകരിക്കപ്പെടണം എന്നതാണ് ഇപ്പോൾ രാജ്യത്തിന്റെ ചിന്തയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി, മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓക്കെ, അപ്പം ഈ വർഷം നടന്നത് എത്രാമത്തെ ശാസ്ത്ര കോൺഗ്രസ് ആയിരുന്നു? ഈ വർഷമല്ല, 2023 നടന്നത്. 2023 നടന്നത് 108ാമത്തെ ശാസ്ത്ര കോൺഗ്രസ് ആയിരുന്നു. 108ാമത്തെ ശാസ്ത്ര കോൺഗ്രസ് ആയിരുന്നു. അപ്പം ഈ ഒരു ദേശീയ ശാസ്ത്ര കോൺഗ്രസ്സിൽ എന്താണ്, ഇന്ത്യയിലെ വനിതാ ശാസ്ത്ര പ്രതിഭകളെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാൾ ഓഫ് ഫെയിം ഒരുക്കിയിരുന്നു. ഹാൾ ഓഫ് ഫെയിം ഒരുക്കിയിരുന്നു. അതിലെത്രയാണ്? 2023 3 വനിതകൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് ആ വനിതകൾ? ഒന്ന് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. മേരി പുന്നൻ ലൂക്കോസിനെ പറ്റി പറയുമ്പോൾ എന്താ, തിരുവിതാംകൂറിൽ സർജൻ ജനറലായ ആദ്യത്തെ വനിതയായിരുന്നു. നിയമസഭാ അംഗമായ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതയുമാണ് അവരെന്ന് പറയുന്നത്. അപ്പം മേരി പുന്നൻ ലൂക്കോസ് എന്താണ്, ഒരു
നമ്മുടെ തിരുവിതാംകൂർ എടുത്താൽ അവിടെ തന്നെ ആദ്യത്തെ സർജൻ ജനറൽ ആയ വനിതയാണ്. അതുപോലെ എന്താണ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നിയമസഭ അംഗമായ വനിതയാണ്. അപ്പൊ എന്താണ്, നല്ല ലുക്കിൽ പോകും, അല്ല ലുക്കിൽ പോകണം അല്ലേ? കാരണം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു 2 പൊസിഷൻസിലാണ് ആ എന്താണ് അവർ നിൽക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ലുക്കിൽ പോകണം എന്ന് ഓർത്താൽ മതി. മേരി പുന്നൻ ലൂക്കോസ്. അപ്പം തിരുവിതാംകൂറിലെ ആദ്യത്തെ സർജൻ ജനറൽ ആയിരുന്നു. അതുപോലെ നിയമസഭാ അംഗമായ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതയും കൂടിയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞ, ഓക്കെ, ബോട്ടണിസ്റ്റ് ആയിരുന്നു. അപ്പം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞ ആരായിരുന്നു? അത് നമ്മുടെ ഡോക്ടർ ജാനകി അമ്മാളാണ്. ഓക്കെ, ഈ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും അമ്മമാരായിരിക്കും അല്ലേ കൂടുതലും, മിക്ക വീടുകളിലാണ്, എല്ലാ വീടുകളിലൊന്നും പറയുന്നില്ല, അമ്മമാരായിരിക്കും കൂടുതലും സസ്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് ഓർത്താൽ മതി. അമ്മാൾ, ജാനകി അമ്മാളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞയാണ് ഡോക്ടർ ജാനകി അമ്മാൾ. അവർ കരിമ്പ്, വഴുതന ഈ വിളകളിൽ ജനിതക പഠനങ്ങൾ നടത്തി, ഓർക്കുക. ഇനി വെതർ വുമൺ. വെതർ വുമൺ ആരാണ്? അന്ന മാണിയാണ്. അന്ന മാണിയാണ് വെതർ വുമൺ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വെതർ വുമൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ചില സ്ഥലങ്ങളിൽ എന്താണ് ആ ഒരു കാറ്റും ആ ഒരു സമയമൊക്കെ അറിയാൻ വേണ്ടി, കാറ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മണിയൊക്കെ തൂക്കിയിട്ടില്ലേ, മണി, അത് ഓർത്താൽ മതി. അന്ന മാണിയാണ് വെതർ വുമൺ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ വെതർ വുമൺ. അപ്പം വെതർ എന്ന് പറയുന്നത് കാലാവസ്ഥ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. കാലാവസ്ഥ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആയിരുന്നു അന്ന മാണി എന്ന് പറയുന്നത്. ഓക്കെ, ഓർക്കാം. അപ്പൊ 108ാമത്തെ പതിപ്പ് എവിടെ വെച്ചിട്ടാണ് നടത്തിയത്? നാഗ്പൂരിൽ വെച്ചിട്ടാണ് അല്ലെ. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ചിട്ടാണ്. ഉദ്ഘാടനം ചെയ്ത ആരാണ്? നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പം ശാസ്ത്രം എന്ന് പറയുന്നത് മഹാസംഭവമാണ് അല്ലെ. മഹാരാഷ്ട്രയിലായിരുന്നു ഓർത്താൽ മതി. മഹാരാഷ്ട്രയിൽ എവിടെയാണ്? നാഗ്പൂരിലാണ് അല്ലെ. നാഗ്പൂരിൽ വെച്ചിട്ടായിരുന്നു. അപ്പം എന്താണ് ഈ പ്രാവശ്യം ഹോൾ ഓഫ് ഫെയിമിൽ 3 മലയാളി വനിതകളെ തിരഞ്ഞെടുത്തു എന്നൊക്കെ ഓർക്കുക. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ മഹാരാഷ്ട്രയുടെ ഗവർണർ എന്ന് പറയുന്നത് രമേശ് ഭായിസ് ആണ്. ഓക്കെ, കമന്റ് ചെയ്തിരുന്നോ? ഓക്കെ, ഇപ്പോഴത്തെ മഹാരാഷ്ട്രയുടെ രമേശ് ഭായിസ്. ഓക്കെ, 2023 മുതൽ ആരാണ് മഹാരാഷ്ട്രയുടെ ഗവർണർ എന്ന് പറയുന്നത്? ഭഗത് സിംഗ് കോഷിയാരിയൊക്കെ മാറി ഇപ്പം രമേശ് ഭായിസ് ആണ്. ഓക്കെ, CM മാറിയിട്ടുണ്ടോ? മഹാരാഷ്ട്രയുടെ CM ആരാണ്? ഏക്നാഥ് ഷിൻഡെ ആണ് അല്ലെ. ഡെപ്യൂട്ടി CM ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്, ഓർക്കുക. അതുപോലെ നിതിൻ ഗഡ്കരി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? നിതിൻ ഗഡ്കരി. ഓക്കെ, നമുക്ക് ഗഡ്കരി എന്നുള്ളത് നമുക്ക് കൽക്കരി എന്നൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യുക. അദ്ദേഹം എന്താണ്? ട്രാൻസ്പോർട്ട്, ഹൈവേ ഓഫ് ഇന്ത്യ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ടും അതുപോലെ ഹൈവേസുമാണ് ആര്? നിതിൻ ഗഡ്കരി. അതുപോലെ ജിതേന്ദ്ര സിംഗ് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? അറിയാമോ? ജിതേന്ദ്ര സിംഗ് കൈകാര്യം ചെയ്യുന്നത് പെൻഷനൊക്കെയാണ്. ജിതേന്ദ്ര സിംഗ് പെൻഷനൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. മെയിനായിട്ട് നിതിൻ ഗഡ്കരി ഓർക്കുക, അതുപോലെ രമേശ് ഭായിസ് ഓർക്കുക, ഏക്നാഥ് ഷിൻഡെ ഓർക്കുക, ദേവേന്ദ്ര ഫഡ്നാവിസ് ഓർക്കുക. അപ്പം ഈ വർഷം 108ാമത്, ഈ വർഷമല്ല 2023 108ാമത് ശാസ്ത്ര കോൺഗ്രസ് നടന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ്. ഓക്കെ, 3 വനിതകൾ, മലയാളി വനിതകളെ ഹോൾ ഓഫ് ഫെയിമിൽ ആദരിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിന്റെ പ്രത്യേകതയായിരുന്നു എന്തായിരുന്നു? ലുക്കിൽ പോകണം അല്ലേ. അപ്പൊ അവരെന്താണ്? അദ്ദേഹം തിരുവിതാംകൂറിലെ ആദ്യത്തെ ലേഡി സർജനാണ്. അതുപോലെ ഇന്ത്യയിലെ തന്നെ നിയമസഭ അംഗമായ ആദ്യത്തെ വനിതയാണ്. അതുപോലെ ഡോക്ടർ ജാനകി അമ്മാൾ, അമ്മമാരെന്താണ്? സസ്യങ്ങളൊക്കെ നോക്കും അല്ലേ. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞയാണ്. കരിമ്പ്, വഴുതന ഈ വിളകളിൽ എന്ത് നടത്തി? ജനിതക പഠനങ്ങൾ നടത്തുന്നുണ്ട് അല്ലേ. അന്ന മണി എന്ന് ഓർക്കുക. വെതർ വുമൺ ഓഫ് ഇന്ത്യ ആണ്. വെതർ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? കാലാവസ്ഥാ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. അപ്പൊ കാലാവസ്ഥാ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആയിരുന്നു അന്ന മാണി. ഓക്കെ, ഇത്ര ഓർക്കാമല്ലോ. ഓക്കെ, അപ്പം ഇത്രയാണ് മെയിനായിട്ട് പാർട്ട് 1 നമ്മൾ പഠിച്ച
കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പത്മ അവാർഡ്സ് പഠിച്ചു, അതുപോലെ തന്നെ എന്താണ് അമൃത് ഉദ്യാനെ പറ്റി പറഞ്ഞു, പിന്നെ ഒരു 3 ജസ്റ്റ് ഫാക്ട്സ് പറഞ്ഞു, ആർത്തവാവധിയെ പറ്റി പറഞ്ഞു, ഭാർ ഒ എസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഭാർ ഒ എസിനെ പറ്റി ഓർക്കുക. പിന്നെ സരസിൻ്റെ വേദി പറഞ്ഞു, പൊൻവാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പൊൻവാക്ക് ഓർത്തു. അതുപോലെ 108ാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസിനെ പറ്റി പറഞ്ഞു. ഓക്കെ, ഇത്രയും എല്ലാവർക്കും ഒരുവിധം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാ സബ്ജക്ട്സിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ വർഷം നമുക്ക് എന്താണ് നല്ലൊരു ജോലിയിൽ കയറാൻ പറ്റണം. ഓക്കെ, ഉറച്ച് വിശ്വസിച്ച് എല്ലാവരും പഠിച്ചോളും. ഓക്കെ, താങ്ക് യു.